ഇത് അബുദാബിയിലെ സംഹ എന്ന പ്രദേശം. കുറച്ച് ദിവസമായി എൻ്റെ താമസം ഇവിടെയായിരുന്നു. ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രഡീഷണൽ വിഭവമായ എമ്മ താഷിയുടെ പാചകക്കുറിപ്പാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുന്നത്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നൗഷിജ കൊല്ലർകണ്ടി, വയനാട് സ്വദേശിയാണ്. കൽപ്പറ്റയിൽ സ്റ്റുഡിയോയിലും PRDയിലും വർഷങ്ങളോളം ഫോട്ടോഗ്രാഫറായിരുന്നു. വയനാട്ടിലെ പൊതുചടങ്ങുകളിലും മറ്റും നിറസാന്നിധ്യമായിരുന്നു. അക്കാലത്ത് പത്രങ്ങളിലും മാസികകളിലും ഒക്കെ ഇവരെപ്പറ്റി നിരവധി വാർത്തകൾ വരികയുണ്ടായി. ഇപ്പോൾ 10 വർഷത്തിലധികമായി ഭർത്താവിനോടൊപ്പം അബുദാബിയിലാണ് താമസം. ഇവിടെ ഫോട്ടോ സ്റ്റുഡിയോയും ടൈപ്പിംഗ് സെൻ്ററും ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പം ഭൂട്ടാനിലെ ഏറ്റവും പ്രശസ്തമായ ഐറ്റം എമ്മ താഷി എന്ന വിഭവം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവർക്കും ഇതൊരു നല്ല അറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഭൂട്ടാനിലെ ഭക്ഷണത്തെപ്പറ്റി ഗൂഗിളിൽ തിരഞ്ഞാൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ഇനമാണ് എമ്മ താഷി. ഇതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ചീസാണ്. ഇതിന് ഭൂട്ടാൻ ഭാഷയിൽ താഷി എന്നാണ് പറയുന്നത്. പിന്നെ മുളക് വേണം, അത് എമ്മ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എമ്മ താഷി എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ മുളക് കുറച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് കെവ താഷി എന്ന് പറയുന്നു. കെവ എന്നാൽ ഉരുളക്കിഴങ്ങാണ്. ഇതിന് ഭൂട്ടാനിൽ ഉപയോഗിക്കുന്നത് ഇതേ വലിപ്പത്തിലുള്ള പച്ചയും ചുവപ്പും നിറമുള്ള തീരെ എരിവില്ലാത്ത ഒരു തരം മുളകാണ്. അതാണ് എമ്മ. ഇവിടെ അത്തരം മുളക് കിട്ടാത്തത് കൊണ്ട് ക്യാപ്സിക്കവും അതുപോലെ ബജിക്ക് ഉപയോഗിക്കുന്ന വിവിധ കളറുള്ള മുളകും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഇതിന് വേണ്ടത് ചീസാണ്, അതായത് താഷി. പിന്നെ അതുപോലെ ബട്ടർ വേണം. പിന്നെ ഒരു വെല്ലുള്ളി വേണം, അതുപോലെ ഒരു തക്കാളി, പിന്നെ ഒരു അല്പം വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് സൺഫ്ലവർ, കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇവിടെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇതിൽ മുളകുണ്ട്, ക്യാപ്സിക്കുണ്ട്, ബജ്ജി മുളകുണ്ട്, പിന്നെ അതുപോലെ ഉള്ളി അരിഞ്ഞത്, പിന്നെ തക്കാളി അരിഞ്ഞത്, അല്പം വെളുത്തുള്ളി, പിന്നെ ഉരുളക്കിഴങ്ങ്. ഇനി ഈ അരിഞ്ഞ സാധനങ്ങളെല്ലാം ഒരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് ഇട്ട ശേഷം ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക. ഏകദേശം ഇത് ഒരു മുങ്ങുന്ന ഒരു ലെവലിലുള്ള വെള്ളം മാത്രം മതി. ഈ മിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് ബട്ടറും ചീസും ചേർക്കാം. ചീസ് ഇതുപോലെ സ്ലൈസ് രൂപത്തിലുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. അതല്ല പേസ്റ്റ് രൂപത്തിലുള്ളതാണെങ്കിൽ ഒരു 2 സ്പൂണ് നിറച്ച് ചേർത്തിയാൽ മതി. ചീസിൽ നിന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് വരുന്നത്.
2 വർഷം മുമ്പ് ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പായ വാണ്ടർ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളുമൊത്ത് ഭൂട്ടാനിൽ പോയപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നിന്നാണ് ഈ എമ്മാതാഷി കഴിച്ചു നോക്കിയത്. പിന്നീട് അവിടെ സീസൺസ് ഹോട്ടലിൽ പോയപ്പോൾ അവിടുത്തെ പെൺകുട്ടി ഇതിൻ്റെ പാചകക്കുറിപ്പ് പറഞ്ഞു തന്ന് അങ്ങനെ ഞാൻ അവരുടെ കിച്ചണിൽ പോയി ആണ് ഇതിൻ്റെ ശരിക്കുള്ള പാചക രീതി പഠിച്ചത്. ചപ്പാത്തിയുടെയോ പൂരിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ആർക്കും ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ വെച്ച് ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായാണ് ഒരു പാചക വീഡിയോ അവതരിപ്പിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അടപ്പ് തുറന്ന് എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ വേവ് ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത്രയും സമയം മതിയാവും. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ ബട്ടർ ചേർക്കാം. അതൊന്ന് ചെറുതായി ഇളക്കി യോജിപ്പിക്കണം. ഭൂട്ടാനിൽ യാക്കിൻ്റെ പാലിൽ നിന്നെടുത്ത വെണ്ണയും പാചകത്തിനായി ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചീസിൻ്റെ ഒരു 3 സ്ലൈസ് ചെറുതായി മുറിച്ച് ചേർക്കാം. പേസ്റ്റ് രൂപത്തിലുള്ള ചീസാണെങ്കിൽ ഒരു 2 വലിയ സ്പൂണ് ചേർത്തിയാൽ മതി. ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പനേരം കൂടി മൂടി വെച്ച് വേവിക്കണം. അഞ്ച് മിനിറ്റ് നേരം കൂടി ചെറിയ തീയിൽ വേവിച്ച ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം ശരിക്ക് വെന്ത് ബട്ടറും ചീസും ഒക്കെ നല്ല രീതിയിൽ യോജിച്ച രീതിയിലാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടങ്ങളിലെ ട്രഡീഷണൽ വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭൂട്ടാനിലെ എമ്മാതാഷിയായിരുന്നു. തികച്ചും യാദൃശ്ചികമായാണ് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പാചക പരിപാടി പരീക്ഷിച്ചത്. അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ദുബായിലെയും അബുദാബിയിലെയും അതുപോലെ അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലെയും വ്യത്യസ്ത കാഴ്ചകൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ വീഡിയോകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്.